രണ്ട് കുഞ്ഞു മക്കളുണ്ടാക്കിയ ഒരു കടയാണ്. ഇവന്മാർ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഹായ് ഹായ്, ഇത് എന്ന് തുടങ്ങി നിങ്ങള്? എന്തൊക്കെ ഉണ്ടോ ഇവിടെ? നാരങ്ങ വെള്ളം മോരും വെള്ളം കൊള്ളാം കേട്ടോ. ഞാൻ ചോദിച്ചു എന്താ പരിപാടി എന്ന് ചോദിച്ചു. വെക്കേഷൻ ആയതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തതാ. വെക്കേഷൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതാ. ചുമ്മാതെ കളിച്ചിരിച്ച് കിടക്കുവല്ലേ? എന്തെങ്കിലും വരുമാനമൊക്കെ ഉണ്ടോ? കുറച്ച് കുറച്ച്. നമ്മളെ സ്ഥലപ്പേരൊക്കെ പറയാം മക്കളെ. കൈച്ചറ. ഓക്കെ. എത്രല്ല രണ്ടുപേരും പഠിക്കുന്നേ? രണ്ടുപേരും മാത്രമേ ഉള്ളോ ചെയ്യാനായിട്ട്? ഓക്കെ. വീട്ടിൽ നല്ല സപ്പോർട്ടാണോ? ഫാമിലിക്ക് അടിപൊളി അല്ലേ? ഓക്കെ. എപ്പം വരും? രാവിലെ എപ്പം വരും രണ്ടുപേരും? നീ മൈക്കൊന്നും ഇല്ലാതെ സംസാരിച്ചാ മതിയോ? എന്നാ പിടി, പിള്ളേർ ഇടയ്ക്കോട്ട് കേറിയില്ലേ? അവിടെ ചെന്നില്ലേ? അതിനകത്ത് എനിക്ക് നിക്കാൻ ഞാൻ ഇങ്ങനെ കുഞ്ഞി നിന്നാലും ഇതിനകത്ത് നിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അവന്മാരുടെ ഹൈറ്റിനുള്ള ഒത്ത ഒരു കടയില് മോരും വെള്ളം വേറെ എന്തൊക്കെ ഉണ്ട് മക്കളെ? നാരങ്ങ വെള്ളം. ഇന്നലെ തണ്ണിമത്തം ഉണ്ടായിരുന്നില്ലേ? എന്നിട്ട് തണ്ണിമത്തന് ഇന്ന് ഇല്ലല്ലേ? അതെന്താ ഇന്നലെ അത് ഫുള്ള് പോയോ തണ്ണിമത്തൻ? ലാഭമുണ്ടോ? കുഴപ്പമില്ല. എന്നാലും ആലോചിച്ചൊക്കെ എട്ടി പഠിക്കുന്ന മക്കളാണേ. നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇപ്പൊ ചുമ്മാ വെറുതെ വീട്ടിലിരിക്കുന്നവർക്ക് വലിയൊരു മാതൃകയാ പിള്ളേര്. 8-ായിട്ടേ ഉള്ളൂ. അവര് സ്വന്തമായിട്ടൊരു വരുമാനം കല്ലറിന്റെ സമയം പിള്ളേർ കച്ചവടം നടത്തുന്നത് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. ആള് ഞങ്ങൾ പോകാൻ നേരത്തെ ഭയങ്കര ബഹളം. അങ്ങനെ വണ്ടി നിർത്തി. അങ്ങനല്ല, വണ്ടി കണ്ടേ ഞങ്ങള് ജസ്റ്റ് ഒന്ന് ചോദിച്ചോളൂ എന്താ മക്കളെ എന്തുകൊണ്ട് ചാടി എന്നിട്ട് വാ ഇത് കുടിക്കാം. പിന്നെ ഞങ്ങൾ ഒരെണ്ണം വാങ്ങിച്ചു. ഒരെണ്ണത്തിന് 25 രൂപ അല്ലേ? കുഴപ്പമില്ല. നല്ല നല്ല സാധനം കേട്ടോ. എന്തായാലും ഈ ചൂടിന് ഇത് അടിപൊളിയാ. നല്ല റിഫ്രഷിങ് ആക്കാൻ പറ്റും നമുക്ക്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരാള് പിടിച്ചോ. മക്കളുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞേ. മൃദുല് 8ാം ക്ലാസ് പഠിക്കുന്നോ? വള്ളംകുളം നാഷണൽ സ്കൂളില്. ഓക്കെ. ഇത് ഓലയൊക്കെ ആരും മെടഞ്ഞു തന്ന്? നിങ്ങൾ തന്നെ ചെയ്തല്ലേ? മെടാനൊക്കെ അറിയോ? ഓ അങ്ങനെ അധികം. ഓക്കെ. പരിപാടി കഴിഞ്ഞപ്പോ ഉള്ള ഓല മടലും ഒരു ഫ്ലെക്സ്, UDFന്റെ ഒരു ഫ്ലെക്സും ഉണ്ടല്ലേ? മേളിലും ഫ്ലെക്സ് ഒക്കെ വെച്ചേക്കോട്ടെ മഴവെള്ളം വീടാതിരിക്കാൻ വേണ്ടി. UDFന്റെ 3 ഫ്ലെക്സ് ഉണ്ടെന്ന് മേളിൽ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട്. വീട്ടിൽ പോകാൻ നേരം വീട്ടിൽ നിന്ന് ആള് വരുമോ? ഇതെല്ലാം കൊള്ളാം. എന്നിട്ട് കുറച്ചും കൂടെ മുമ്പോട്ട് തെള്ളി വെക്കാൻ നേരം അവിടെ നിക്കാൻ വെച്ച് പാടല്ലേ? നിക്കാൻ കുഴപ്പമില്ലല്ലേ? റോഡ് സൈഡാണ്. ആഹാ സോഡ എല്ലാം അടിയിരിപ്പുണ്ടല്ലേ? എല്ലാം തീർന്നു. അവൻ കേറത്തില്ല കേട്ടോ. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട്. മെയിനായിട്ട് പറഞ്ഞാൽ ഇതിന്റെ ഡിസൈൻ, ആ ഓലയൊക്കെ വെച്ച് മോരും വെള്ളം, ആ ഒരു ആംബിയൻസ് അവന്മാര് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കൊള്ളാം അല്ലേ? കുഞ്ഞി മക്കളല്ലേ, ഭയങ്കര സന്തോഷം തോന്നുന്നു. ഇത്ര ചെറിയ പ്രായത്തിൽ അവർക്ക് ചെയ്യാൻ തോന്നുക പറഞ്ഞാൽ ഒന്ന് ആലോചിച്ചോ. നേരത്തെ ചെയ്യുന്നുണ്ടല്ലേ? ഓക്കെ. എല്ലാ വർഷവും ചെയ്യില്ലേ? അതാണ് വീടില്ലേ? എന്നാലും ഇഷ്ടപ്പെട്ടാ. നാളെ തൊട്ട് നമ്മളെ സ്ഥലം ഒന്നും കൂടെ പറ. അന്നേരം നാളെ തൊട്ട് ആൾക്കാർ ഇവിടെ തേടി പിടിച്ചിട്ടുണ്ട്. റോഡ് പത്തനംതിട്ട കല്ലിശ്ശേരി കൈച്ചിറ. കൈച്ചിറ. അമ്മയുടെ പേരെന്ന് പറഞ്ഞേ. അമ്മ ഭയങ്കര സപ്പോർട്ടാന്നല്ലേ? കുഞ്ഞുഞ്ഞമ്മ. അതും നല്ല പേരട്ടെ, കുഞ്ഞുഞ്ഞമ്മ. പൈസ കൊടു നീ. ഗൂഗിൾ പേ നമ്പർ പറഞ്ഞു. ഓക്കെ. എന്നാലും ദിവസം എന്താ വരുമാനം ഉണ്ട് മക്കളെ? 500 രൂപ കിട്ടും. നമ്മളെ ചെലവ് വഴി എത്ര കിട്ടുന്നുണ്ട്? ചെലവ് വഴി നാളത്തെ കൂടെ വാങ്ങും അല്ലേ? അന്നേരം ഇന്നലെ സാധനം മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കും അല്ലേ? ആഹാ. 4 തോടങ്ങൾ ബാക്കിയെല്ലാം തീർന്നു. കൊള്ളാം, മിടുക്കൻ മക്കളാ കേട്ടോ.
അവർ 2-3 വർഷം മുമ്പേ തുടങ്ങിയതല്ലേ ഇത്? അന്നേരം ഈ വർഷം വെക്കേഷൻ തുടങ്ങിയിരിക്കുകയാണ്. ഇനി വെക്കേഷൻ ഒരാഴ്ചയാണ് തുടങ്ങിയിട്ടില്ലേ? ഓക്കെ അമ്മേ. കാരണം ഞാൻ ഒന്നും കൂടെ രസകരമായിട്ട് തോന്നിയെന്ന് പറയേ, ഈ ഒരു കടയുടെ ആംബിയൻസ് ആണ് കേട്ടോ. കുഞ്ഞ് അവന്മാരെ ഒത്ത ഹൈറ്റിനുള്ളൊരു കട. അന്നേരം ഓലയൊക്കെ മെടഞ്ഞിക്കൊള്ളാം. എന്താ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, എന്താ തന്നാല, എന്താ അങ്ങനെ ഒരെണ്ണം ഉണ്ടല്ലോ, തന്നാലായതും അണ്ണാൻ കുഞ്ഞും തന്നാലായത്. അവന്മാരെ കൊണ്ട് എന്ത് പറ്റുന്നു അത് ചെയ്യുന്നു. എത്രയോ കുഞ്ഞുങ്ങളെ ചുമ്മാതെ വീട്ടിലിരുന്ന സമയം കളയുന്നു. അതെ അതെ അതെ. മാങ്ങ എറിയാനൊക്കെ നടക്കുക പിള്ളേര്. പക്ഷെ അതൊരു കാലമാണേ, അതും മാങ്ങ എറിയാനൊക്കെ പോണം പിള്ളേര്. അതെ 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 അതെ. ഹായ് ചമ്മട്ടെ. അന്നേരം ഈ കുഞ്ഞു മക്കളുടെ കട നമ്മൾ വെക്കേഷൻ ടൈമിലാണ് ഏറ്റവും കൂടുതൽ പിള്ളേർ ഇങ്ങനെ ഓരോരോ മെയിനായിട്ട് നമ്മൾ ലോക്ക്ഡൗൺ ടൈമിലാണ് ഇങ്ങനെ ഒരുപാട് കടകൾ കണ്ടായിരുന്നത്. അതാണ് വെക്കേഷൻ ആയപ്പോൾ ഈ 2 മക്കൾ തുടങ്ങിയ ചെറിയൊരു കടയാണ് കേട്ടോ. എന്നെക്കാട്ടി ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 5 അടി മാത്രം ഉയരമുള്ള ഒരു കടയാണ്. ഇവന്മാരുടെ ഹൈറ്റ് അത്രയ്ക്ക് അനുസരിച്ച് ഒരു ഓലയും ഫ്ലെക്സൊക്കെ കൊണ്ടുള്ള നിർമ്മിച്ച അടിപൊളി ഒരു കട കേട്ടോ. ഞങ്ങൾ റോഡിലോട്ട് പോകുമ്പോൾ ഞങ്ങൾ തടഞ്ഞു നിർത്തി. ഒരു കൊച്ചിടവഴിയാണ്, വലിയ വിശാലമായ റോഡൊന്നും അല്ല കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് പിള്ളേർ പിടിച്ച് കയറി എന്തെങ്കിലും ഒന്ന് കുടിച്ചിട്ട് പോകാൻ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കയറി കുടിച്ചാണ് ഒരു മോരും വെള്ളം. ഇല്ലേ വിനീഷേ, ഇഷ്ടപ്പെട്ടോ നിനക്ക്? നല്ല മോരും വെള്ളമാണ്. ഞാൻ അടിപൊളിയായിരിക്കില്ലേ? തണ്ണിമത്തനുണ്ടായിരുന്നു, മോരും വെള്ളം ഉണ്ടായിരുന്നു, സോഡ നാരങ്ങ വെള്ളം അല്ലേ? ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നിലവിൽ ഇനി നമ്മളെ മോരും വെള്ളം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം തീർന്നു കേട്ടോ. 5-6 മണി ആവാറായി, എല്ലാം തീരാറായി. അന്നേരം ഈ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്ക ചെയ്ത്. മോനെ വരുന്നവരെന്ന് പറഞ്ഞേ മൃദുല് ആരോമല്. ഈ 2 പിള്ളേരോടെ ചേർന്നതാണ് കേട്ടോ. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് കേട്ടോ. 2 വർഷം മുമ്പേ തുടങ്ങിയ കാര്യമാണ്. വെക്കേഷൻ ടൈമിലാണ് ഏറ്റവും കൂടുതൽ ഇവർ ആക്റ്റീവ് ആവുന്നത്. ഓക്കെ ബൈ.